സാർ, കേന്ദ്ര ബജറ്റ് സ്വാഭാവികമായിട്ടും അയൽ രാജ്യങ്ങൾക്ക് ഒരു നിശ്ചിത തുക മാറ്റിവെക്കാറുണ്ട്. ഇത്തവണ ബംഗ്ലാദേശിന് 100 കോടിയിലധികം രൂപ മാറ്റിവെച്ചു എന്നാണ് കേൾക്കുന്നത്. അത് ശരിയായ ഒരു നിലപാടാണോ? ബംഗ്ലാദേശിന് കൂട്ടിയിട്ടില്ല. കഴിഞ്ഞ ബജറ്റിൽ 2024-25 ബജറ്റിൽ ഉണ്ടായിരുന്ന 120 കോടി രൂപ അത് തന്നെ നിലനിർത്തിയിട്ടുണ്ട്. 120 കോടി രൂപ. ഈ അഫ്ഗാനിസ്ഥാന് 50 കോടി മുമ്പ് നീക്കി വെച്ചിരുന്ന ഇത്തവണ 100 കോടി ആക്കിയിട്ടുണ്ട്. മ്യാൻമാറിന് കുറച്ചിട്ടുണ്ട്. പിന്നെ നല്ല നേട്ടം ഉണ്ടാക്കിയിട്ടുള്ള ഒരു രാജ്യം മാലദ്വീപ്. അപ്പോൾ മാലദ്വീപുമായിട്ട് മുയൂസുമൊക്കെ ആയിട്ടുള്ള ബന്ധം കുറച്ച് ഊഷ്മളമായിട്ട് വന്നു എന്ന് തോന്നുന്നു. പക്ഷേ ബംഗ്ലാദേശിന് എന്തിനാണ് ഈ 120 കോടി നീക്കി വെച്ചിരിക്കുന്നത്? കഴിഞ്ഞ തവണത്തെ തന്നെ നിലനിർത്തിയത്. ഒന്നുകിൽ ഒരു ശകലം കുറച്ചിട്ട് മര്യാദ പഠിപ്പിക്കാം. കാരണം അലക്സാണ്ടർ സോറോസ് വന്നിട്ട് പൈസ കൊടുക്കുന്നുണ്ടല്ലോ യൂനിസിന്. പിന്നെ നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഈ യൂനുസ് താമസിയാതെ അമേരിക്കയിൽ ട്രംപൊക്കെ വന്ന പശ്ചാത്തലത്തിൽ യൂനുസിൻ്റെ ഭാവി ചിലപ്പോൾ കട്ടപ്പുകയാവും. അപ്പോൾ എന്തായാലും കൊടുക്കണമല്ലോ യൂനുസ് മാറിയാൽ. അപ്പോൾ ബജറ്റിൽ ഏതായാലും വകയിരുത്താം എന്ന് വിചാരിച്ചിട്ടുണ്ടാകാം. കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് പിന്നീട് തീരുമാനിക്കാം, അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട്. കാരണം ഒരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ചിലപ്പോൾ 6 മാസം കഴിഞ്ഞ് ബംഗ്ലാദേശിന് കൊടുക്കേണ്ടി വരികയാണെങ്കിലോ യൂനുസ് മാറിയിട്ട് അല്ലേ, ചിലപ്പോൾ 2-3 മാസത്തിനകം മാറിയെന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിലയിരുത്തിയിട്ട് വകയിരുത്തിയതായിരിക്കും എന്ന് വേണം അനുമാനിക്കാൻ. അല്ലെങ്കിൽ കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ മാലദ്വീപ്, അഫ്ഗാനിസ്ഥാൻ, മ്യാൻമാർ ഇവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ആകെ 1483, കഴിഞ്ഞ കൊല്ലം 1806 ആയിരുന്നു സഹായവും വായ്പയും ഒക്കെ ആയിട്ട്. മാലദ്വീപിനാണ് ഏറ്റവും കൂടുതൽ വകയിരുത്തിയിരിക്കുന്നത്, 600 കോടി രൂപ. കഴിഞ്ഞ കൊല്ലം 470 കോടി രൂപ മാത്രമായിരുന്നു. അപ്പോൾ മാലദ്വീപ് ഒരു നിർണായക സ്ഥലമാണ് സ്ട്രാറ്റജിക്കലി ഇന്ത്യയെ സംബന്ധിച്ചല്ലേ. ഒരു ദ്വീപിലൊരു താവളം ഒക്കെയാണ്. അപ്പോൾ മുഹമ്മദ് മുയിസു ഇന്ത്യ ഔട്ട് എന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പയിൻ അവിടെ തുടങ്ങിയിരുന്നല്ലോ. ചൈന പക്ഷപാതിയാണ് അയാൾ. അങ്ങനെ തുടങ്ങിയ കാലത്ത് മോദി ലക്ഷദ്വീപിൽ പോയിരുന്നു. അവിടുത്തെ ചില മന്ത്രിമാർ മോദിയെ അക്കാലത്ത് വിമർശിച്ചിരുന്നു. അങ്ങനെയാണ് ഒരു സംഘർഷം ഉണ്ടായത്. പിന്നെ അവിടെ ഈ വിദേശ നാണ്യം തന്നെ ഇല്ലാതായി. ഡോളർ, രാജ്യാന്തര വ്യാപാരത്തിന് വേണ്ട ഡോളറൊക്കെ ഇല്ലേ, അത് അവിടുത്തെ റിസർവ് ബാങ്കിൽ ഇല്ലാതായി. അങ്ങനെ നമ്മൾ കറൻസി സ്വാപ്പൊക്കെ ചെയ്ത് പിന്നെ കുറേ വിദേശ നാണ്യമൊക്കെ അവർക്ക് കൊടുക്കുകയോ ശരിക്കും നമ്മൾ സഹായിച്ചു. കാരണം മാലദ്വീപിനെ വെറുതെ വിടാൻ പറ്റില്ല. അത്രയും നിർണായക പ്രാധാന്യമുള്ള താവളമാണ്. ചൈന കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് പ്രശ്നവുമാണ്. അപ്പോൾ 2024 ഒക്ടോബറിൽ $400 മില്യൺ, 30 ബില്യൺ റുപ്പി ഇങ്ങനെ കറൻസി സ്വാപ്പ് മാലദ്വീപുമായിട്ട് നമ്മൾ നടത്തി കൊടുത്തിരുന്നു. സംഘർഷമൊക്കെ കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിലേക്ക് പോകുന്നു, സ്വതന്ത്ര വ്യാപാര കരാറിലേക്ക്. അഫ്ഗാനിസ്ഥാന് 100 കോടി രൂപ, ഭൂട്ടാനാണ് എപ്പോഴും ഏറ്റവും കൂടുതലുണ്ടാവുക, 2150 കോടി രൂപ. ഭൂട്ടാനും ഇങ്ങനെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പുറത്ത് ചൈന ഉണ്ടല്ലോ. മ്യാൻമാറിന് 350 കോടി രൂപ, കുറവാണത്. അഫ്ഗാനിസ്ഥാന് കഴിഞ്ഞ കൊല്ലം 50 കോടി കൊടുത്തതിൽ നിന്നാണ് ഇത്തവണ 100 കോടി വന്നിരിക്കുന്നത്. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഈ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം അഫ്ഗാനിസ്ഥാൻ്റെ വഷളായിരിക്കുകയാണല്ലോ, അതിരൂക്ഷമാവണ്ണം വഷളായിരിക്കുകയാണ്. അപ്പം നമ്മൾ അഫ്ഗാനിസ്ഥാനെ കൂട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ മൗറീഷ്യസ്, സെഷൽസ് ഈ രാജ്യങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന പൈസ കുറഞ്ഞിട്ടുണ്ട്. സെഷൽസിന് 48% കുറച്ച് 19 കോടി രൂപയായി കുറഞ്ഞു. കഴിഞ്ഞ കൊല്ലം 37 കോടി രൂപയാണ് വകയിരുത്തിയിരുന്നത്. മൗറീഷ്യസിന് 13% കുറഞ്ഞ 500 കോടി രൂപയിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം അത് 576 കോടി രൂപയായിരുന്നു. അപ്പോൾ 76 കോടി രൂപ കുറച്ചിട്ടുണ്ട്. ബംഗ്ലാദേശ് നേരത്തെ പറഞ്ഞ പോലെ 120 കോടി രൂപ. മാലദ്വീപിന് 120 കോടി
ആണ് കൂടിയിരിക്കുന്നത്. 27% കൂടി. 2024 മാലദ്വീപിൻ്റേത് 48% കുറച്ചിരുന്നു കഴിഞ്ഞ കൊല്ലം. ഈ സംഘർഷം വന്നപ്പോൾ എന്നാൽ കുറച്ച് എന്ന് വിചാരിച്ച് കുറച്ചിരുന്നു. 2023 770 കോടി രൂപ കൊടുത്തിരുന്നു. അപ്പോൾ 2023 ഇത്തവണത്തേക്കാൾ കൂടുതലുണ്ടായിരുന്നു 770 എന്ന് പറയുമ്പോൾ. 2024 ജനുവരിയിലാണ് മാലദ്വീപുമായിട്ടുള്ള ബന്ധം വഷളായത്. അപ്പോഴാണ് മോദി ലക്ഷദ്വീപിൽ പോയതിനെയൊക്കെ വിമർശിച്ചത്. ഇന്ത്യൻ സേന അവിടെ നിന്ന് പുറത്തു പോകണം എന്ന് മൊയ്സു ആവശ്യപ്പെട്ടു. 9 മാസത്തിന് ശേഷമാണ് സംഘർഷം അയഞ്ഞത്. ഓഗസ്റ്റ് 15 ഡൽഹിയിൽ മൊയ്സു വന്നിരുന്നു. മൊയ്സു ഭാര്യയായിട്ട് ആഗ്രയിൽ താജ്മഹലിൻ്റെ മുമ്പിൽ പോയി ചിത്രമൊക്കെ എടുത്തിരുന്നു. അങ്ങനെ കരാറുകളൊക്കെ പെട്ടു. നേപ്പാളിന് 700 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ശ്രീലങ്കയ്ക്ക് 300 കോടി രൂപ. ഇതൊക്കെ അങ്ങനെ കൂടിയിട്ടൊന്നുമില്ല വലുതായിട്ട്. മ്യാൻമറിന് 400 കോടി കൊടുത്തിരുന്നത് 350 കോടി രൂപയായിട്ട് കുറച്ചു. ഇപ്പോഴത്തെ നിലയ്ക്ക് 12% കുറവ്. മംഗോളിയയ്ക്ക് 5 കോടി. ആഫ്രിക്ക 200-ൽ നിന്ന് ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് 225, 12.50% കൂടുതൽ. മൗറീഷ്യസ് 576-ൽ നിന്ന് 500, 13% കുറവ്. സെഷൽസ് 37-ൽ നിന്ന് 19 എന്ന് പറയുമ്പോൾ 49% കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഫ്ഗാനിസ്ഥാനിന് കൂടിയത് ഒരു ശ്രദ്ധിക്കേണ്ടതാണ്. അഫ്ഗാനിസ്ഥാൻ നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി, അവിടുത്തെ വിദേശകാര്യ സെക്രട്ടറി ആമിർ ഖാൻ മുത്തക്കിയെ ദുബായിൽ വെച്ച് അടുത്ത കാലത്ത് കണ്ടിരുന്നു. ചർച്ചകളുമൊക്കെ നടന്നിരുന്നു. ബംഗ്ലാദേശുമായിട്ട് പാകിസ്ഥാൻ സഹകരിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണിപ്പോൾ. പാകിസ്ഥാൻ്റെ പട്ടാള മേധാവികളൊക്കെ ബംഗ്ലാദേശിലെത്തുന്നു. നമ്മുടെ സിലിഗുരി കോറിഡോറിനെ വെല്ലുവിളിക്കുന്നു, ആക്രമിച്ചു കളയുന്നു, ഭീഷണിപ്പെടുത്തുന്നു. ആ സമയത്താണ് നമ്മൾ അഫ്ഗാനിസ്ഥാനെ പ്രോത്സാഹിപ്പിക്കുന്നത്. അഫ്ഗാനിസ്ഥാനുമായിട്ട് നമുക്ക് ചരിത്രപരമായി തന്നെ വലിയ ബന്ധങ്ങളുണ്ട്. അവിടെ ഹിന്ദു ഷാഹി എന്ന് പറഞ്ഞ ഭരണവംശം നേരത്തെ ഭരിച്ചിരുന്ന സ്ഥലമാണ് ഈ അഫ്ഗാനിസ്ഥാൻ. ഹിന്ദു ഭരണം ഉണ്ടായിരുന്ന സ്ഥലമാണ്. കെല്ലാർ എന്നു പേരുള്ളൊരു ബ്രാഹ്മണൻ തുർക്കി ഷാഹി രാജാവ് ലഗദൂർമാനെ പുറത്താക്കി അവിടെ ഭരണം പിടിക്കുകയാണ് ഉണ്ടായിരുന്നത് പണ്ട്. 890 CE, അതായത് ക്രിസ്തുബ്ദം 890-ലാണ് ഹിന്ദു രാജാവ് തുർക്കി രാജാവിനെ പുറത്താക്കി അവിടെ ഭരണം പിടിക്കുന്നത്. വടക്കൻ ഗാന്ധാരം ഒക്കെ ഈ ഹിന്ദു പ്രദേശമാണ്. കാശ്മീരിൽ കർക്കോട എന്ന് പറഞ്ഞൊരു രാജവംശം ഭരിച്ചിരുന്നു. അതുമായിട്ട് ഈ ഹിന്ദു ഷാഹി വംശത്തിന് ബന്ധം ഉണ്ടായിരുന്നു അഫ്ഗാനിസ്ഥാനിലെ. ഈ വേദത്തിൽ ആ ഭാഗത്തെ പല സ്ഥലങ്ങളും പരാമർശിക്കുന്നുണ്ട്, വേറെ പേരില്ലാന്നേ ഉള്ളൂ. അതിന് ഉദാഹരണം പറഞ്ഞാൽ പെഷവാർ, അതിൻ്റെ പേര് പുഷ്കലാവതി എന്നാണ് വേദത്തിൽ. ബാൽഖ്, ബക്രി എന്നാണ് വേദത്തിൽ. കാബൂൾ, കബിസി എന്നാണ് വേദത്തിൽ. പക്തിയ എന്നാണ് വേദത്തിൽ. പിന്നെ കുശാന വംശകാലത്ത് ബുദ്ധമതം നന്നായിട്ട് അവിടെ ആ ഭാഗത്ത് പ്രചരിച്ചിരുന്നു. അങ്ങനെയാണല്ലോ ബാമിയൻ ബുദ്ധ പ്രതിമകളൊക്കെ ഈ താലിബാൻ വന്നപ്പോൾ തകർത്തുകളെയൊക്കെ ചെയ്തത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാനിൽ $3 ബില്യൺ നിക്ഷേപിച്ചിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യം തുടങ്ങി പല കാര്യങ്ങളിലൊക്കെ ആയിട്ട് ബജറ്റിൽ വകയിരുത്തിയതിന് പുറമെ ഉള്ള നിക്ഷേപം ആണത്. 5 ലക്ഷം കോവിഡ് വാക്സിൻ ഡോസ് നമ്മൾ കൊടുത്തിരുന്നു ആ കാലത്ത്. 2500 മെട്രിക് ടൺ ഗോതമ്പ് കൊടുത്തിരുന്നു. 2023 200 കോടി ചാബഹാർ വഴി 200 കോടി രൂപ നമ്മൾ 2023 സഹായിച്ചിരുന്നു. ചാബഹാർ വഴി ചാബഹാർ തുറമുഖം ഇറാനിലെ, അതുവഴി 20,000 ടൺ ഗോതമ്പ് കൊടുത്തിരുന്നു. ചാബഹാർ തുറമുഖം നമ്മൾ എടുക്കുന്നത് ഈ ലാൻഡ് ലോക്ക്ഡാണ് അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ മറ്റേ കടലും ഒന്നുമില്ല. അപ്പോൾ അങ്ങോട്ട് ചരക്ക് കയറ്റി അയക്കുക എന്നുള്ളതും കൂടി ചാബഹാർ തുറമുഖം കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. 14,000 അഫ്ഗാനിസ്ഥാൻ വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് കോൺസുലേറ്റ് മുംബൈയിൽ തുറന്ന്
ഒരു പ്രതിനിധി മുമ്പ് JNUവിലൊക്കെ പഠിച്ചിരുന്ന ഒരാൾ പ്രതിനിധിയായിട്ട് അഫ്ഗാനിസ്ഥാൻ്റെ പ്രതിനിധിയായിട്ട് വരുന്നുണ്ട്. ഗോതമ്പ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അഫ്ഗാനിസ്ഥാന് കൊടുക്കുന്നുണ്ട്, മറ്റ് സഹായങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. കഴിയാവുന്നത്ര സഹായങ്ങളൊക്കെ അഫ്ഗാനിസ്ഥാന് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ സാറേ സംശയം അതല്ല, ഈ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഇപ്പം നമ്മളുമായിട്ട് അടുത്തിരിക്കുന്നുണ്ട്, സഹായമൊക്കെ ചെയ്യാം. പക്ഷേ ബംഗ്ലാദേശ് നമുക്കെതിരായ നിലപാടാണ് തുടർച്ചയായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വേണമെങ്കിൽ ഇന്ത്യക്ക് അതിനകത്ത് കയറി ഇടപെടാം, പക്ഷേ ഇന്ത്യ ഒരു നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കുന്നു. അപ്പോൾ നമ്മൾ ബജറ്റിൽ ഇത്രയും പൈസ നീക്കി വെക്കുന്നതെന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഒരു പൗരൻ എന്ന നിലയിൽ നമുക്ക് കുറച്ച് ആശങ്കയില്ല. എന്തിനാണ് അത് ചെയ്യുന്നത്? അതിൻ്റെ ആവശ്യമില്ല. അവർക്കൊരു പേടിപ്പിക്കലെങ്കിലും വേണ്ടിയിരുന്നില്ല. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പെരുമാറുന്നത് പോലെ അല്ല നമ്മൾ പെരുമാറുക. നമ്മൾ കുറച്ച് കോഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നതെന്നും തോന്നുന്നുണ്ട്. 120 കോടി രൂപ എന്ന് പറഞ്ഞാൽ കൂട്ടിയില്ല, കുറച്ചതുമില്ല. കഴിഞ്ഞ ഓണത്തത് നിലനിർത്തിയിട്ടുണ്ട്. ഉടനെ ഇത് അങ്ങോട്ട് ഡിസ്ബേഴ്സ് ചെയ്യുന്നൊന്നും കരുതേണ്ടതില്ല. അവിടുത്തെ സാഹചര്യം വളരെ പ്രിക്കേറിയസ് ആണെന്ന് പറയാം. കാരണം എപ്പോൾ വേണമെങ്കിലും അവിടെ ഭരണമാറ്റം ഉണ്ടാകാം. കാരണം അവിടെ ഒരു തെരഞ്ഞെടുപ്പ് എന്തായാലും 3-4 മാസത്തിൻ്റെ ഉള്ളിലൊക്കെ പ്രഖ്യാപിക്കേണ്ടതാണ്. കാരണം BNPയുടെ സമ്മർദ്ദമൊക്കെ ഉണ്ട്. പിന്നെ അവാമി ലീഗ് ഇപ്പം റാലിയൊക്കെ അവാമി ലീഗ് വളരെ സജീവമായിട്ട് പ്രക്ഷോഭ രംഗത്തുണ്ട്. വിദ്യാർത്ഥികൾ അവരുടെ, കാരണം ആ പ്രക്ഷോഭത്തിന് അമേരിക്കയ്ക്കും സഹായിക്കാമല്ലോ, ട്രംപൊക്കെ വന്ന സ്ഥിതിക്ക്. ഡീപ് സ്റ്റേറ്റിൻ്റെ ഇടപാടൊന്നും ബംഗ്ലാദേശിൽ നടപ്പില്ല. അപ്പോൾ ബജറ്റിൽ ഒരു പൈസയും നമ്മൾ നീക്കിവെക്കാതിരിക്കുന്നത് ബുദ്ധിയല്ല. ബജറ്റിൽ നീക്കിവെച്ചത് കൊടുക്കണം എന്ന് നിർബന്ധമില്ല. ബംഗ്ലാദേശിന് അങ്ങനെ ആവശ്യപ്പെടാനൊന്നും പറ്റില്ലല്ലോ. നിങ്ങൾ നീക്കിവെച്ചതാണ് തരിക എന്നൊന്നും പറയാനൊന്നും വകുപ്പില്ല. നമ്മൾ അവരെ അറിയിച്ചു, നമ്മളിങ്ങനെ നീക്കി വെച്ചിട്ടുണ്ടെന്ന് അറിയിക്കുകയും കൂടെ ചെയ്യുകയാണ് അല്ലേ? നമ്മളിങ്ങനെ നീക്കി വെച്ചിരിക്കുന്നു എന്നുള്ളത് അത് കുറച്ച് ബോധപൂർവമാണ് എന്നാണ് ആ ആക്ഷൻ ഞാൻ കരുതുന്നത്. കാരണം നമ്മൾ സൂക്ഷിച്ചാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് നേരത്തെയും റിപ്പോർട്ടുകളുണ്ട്. നമ്മൾ ഉടനെ കയറി അങ്ങോട്ട് ആക്രമിക്കാതെ നമ്മൾ അരി കൊടുത്തു ചോദിച്ചത് അല്ലേ? 50,000 ടണ്ണോ മറ്റോ ചോദിച്ചിരുന്നു. 2 തവണയായിട്ടോ മറ്റോ നമ്മളത് കൊടുക്കുന്നുമുണ്ട്. കാരണം മൊത്തത്തിൽ അത് പാകിസ്ഥാൻ്റെ കയ്യിൽ പോകുന്നത് തടയേണ്ട കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ വായ്പ കൊണ്ടും ചൈനയുടെ വായ്പ കൊണ്ടുമാണ് ബംഗ്ലാദേശിൽ നിന്ന് പോയത്. ഇപ്പോഴത്തെ സ്ഥിതിക്ക് 2026 ആകുമ്പോൾ അവിടുത്തെ സാമ്പത്തിക നില വളരെ വഷളാവും. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അവിടെ പ്രക്ഷോഭങ്ങൾ ജനങ്ങൾക്കിടയിൽ പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനെ ഒരു ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ തീർച്ചയായും നമ്മൾ ബംഗ്ലാദേശിനെ സഹായിക്കേണ്ടതാണല്ലോ. അതുകൊണ്ട് ബജറ്റിൽ നീക്കിവെക്കുന്നു എന്നേ കാണേണ്ടതുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലാതെ ഉടനെ നമ്മളൊരു വാതിൽ അടച്ചു കളയുകയല്ല ചെയ്യുന്നത്. ഒന്നാമത് യൂനുസ് അവിടുത്തെ പ്രധാനമന്ത്രിയല്ല, അവിടെ മര്യാദയ്ക്കൊരു ഭരണകൂടമില്ല. ശരിയാണ്, അവിടെ ഈ ജിഹാദികളെ ജയിലിൽ നിന്നൊക്കെ തുറന്ന് വിട്ടിട്ടുണ്ട്. ഈ ശിക്ഷാ കാലയളവ് തീരാതെ ഈ ജസീമുദ്ദീൻ റഹ്മാനിയൊക്കെ തുറന്നു വിടുകയും അയാൾ ഇന്ത്യയിലേക്ക് ആളുകളെ അയക്കുകയും ഭീകരന്മാരെ അയക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരാളെ കാസർഗോഡാണ് പിടിച്ചത്, അയച്ച ആൾ. ഈ വക സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അയൽപക്കത്ത് ഒരു ഭീകരഭരണം വരുന്നത് നല്ലതല്ലല്ലോ. അതിനെ ചെറുക്കണം എന്നുണ്ടെങ്കിലും കുറച്ച് പൈസ നീക്കി വയ്ക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ബംഗ്ലാദേശ് ഭരണകൂടത്തിന് ഉടനെ ഇത് കൊടുക്കും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ എന്നാലും ഈ നീക്കി വെച്ചത് ഈ പുരികങ്ങൾ ചുളിയാൻ കാരണം ആയിട്ടുണ്ട്. അതാണ് വസ്തുത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.